നാത്തൂനെ, എന്തിനാ ഏട്ടത്തി ഈ സുഖമില്ലാതെ ഈ ഇറങ്ങി നടക്കുന്നേ? ചേച്ചി, മരുമോളെവിടെ? ഉണ്ട് മണിച്ചി, അവൾ ഇതുവരെ ഉറക്കണീറ്റില്ല. അയ്യോ അത് കൊള്ളാലോ, 8 മണിയായിട്ടും എണീറ്റിട്ടില്ലേ? ഈ സ്വഭാവം നല്ലതല്ല. ചേച്ചിക്ക് മരുമോളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടായിരുന്നോ? അല്ലെങ്കിലും ഇപ്പോഴത്തെ പെൺപിള്ളേർ ഇങ്ങനെ തന്നെയാണ് ചേച്ചി. ആ ചേച്ചിന്റെ മരുമകളല്ലേ വന്ന് നിക്കുന്നത്? അമ്മയെ ചായ ഇട്ട് വെച്ചിട്ടുണ്ടോ? എനിക്ക് ഗ്ലാസ് ചായ വേണം. അവിടെ ഫ്ലാസ്കിലുണ്ട് മോളെ, ഗ്ലാസ് എടുത്ത് ഒഴിച്ചെടുത്തോ. എന്നാ നിങ്ങൾ പണി നടക്കട്ടെ, ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. മനേട്ടാ, നിങ്ങളുടെ അമ്മയുണ്ടല്ലോ, അവിടുത്തെ തൊഴിലുറപ്പ് പെണ്ണുങ്ങളോടെ എന്റെ കുറ്റങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്ന അറിയാമോ? അവള് വീട്ടില് ജോലി ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല, എന്തൊക്കെയാ പറഞ്ഞോടാ. നിങ്ങളുടെ അമ്മ ഭയങ്കര സാധന. ശരിയാവില്ല ഇവിടെ നിൽക്കുന്നത്. നിങ്ങളെ അമ്മയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, എന്നെ പറ്റി ഇങ്ങനൊന്നും പറയരുതെന്ന്, കേട്ടോ? ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? അമ്മ ഇതിനെ വീണെ പറ്റിയ നാട്ടുകാരുടെ ആവശ്യമില്ലാത്ത പറയുന്നത്. അമ്മയ്ക്ക് അതിന്റെ കാര്യം എന്തുവാ? അയ്യോ മോനെ, ഞാനൊന്നും പറഞ്ഞില്ല. വീണ എന്തിയെന്ന് ചോദിച്ചു, ഞാൻ ഉറക്കണിക്കില്ല എന്ന് മറുപടിയും പറഞ്ഞു, അത്രേ ഉള്ളൂ. അങ്ങനെ എന്തിനാ പറയാൻ പോയത്? വേറെ എന്തെങ്കിലും പറഞ്ഞാൽ പോരായിരുന്നു. മോനെ, ഞാൻ മറ്റൊന്നും. അമ്മ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നു. മനുവേട്ടാ, എന്നെ കൊണ്ടിട്, എനിക്ക് നേരമായി. ആ എഴുതാ വരുന്നു. എടാ നീ എവിടെ? ഞാനേ ഇപ്പൊ ഓഫീസിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം കേട്ടോ. ഇനിയിപ്പോ സമയമില്ല. ചേട്ടൻ വരുന്നുണ്ട്, പിന്നെ വിളിക്കാം. മോനെ, എനിക്കൊന്ന് മരുന്നിന് പോണായിരുന്നു ഹോസ്പിറ്റൽ വരെ. നീ ഒന്ന് പെട്ടെന്ന് വരാമോ? അമ്മ ഒരു ഓട്ടോ വിളിച്ചു പോ, എനിക്ക് ഇവിടെ ഓഫീസിലാക്കിയിട്ട് വേറെ വഴിക്ക് പോകാനുള്ളേ. ലക്ഷ്മി ചേച്ചി എന്തെടുക്കുക? മീനാക്ഷി. വീണെന്തേ? വീണ ജോലിക്ക് പോയിക്കുവാ. ഞാൻ വന്നത് എന്തെന്ന് വെച്ചാല്, ഞാൻ സൊസൈറ്റിയിൽ ഒരു ലോണിന് കൊടുത്തിരിക്കുന്നു. അതിന് എനിക്കൊരു അയൽസാക്ഷിയുടെ ഒപ്പ് വേണം. ചേച്ചി എന്നെ സഹായിക്കണം. ശരി, ഞാൻ വന്ന് ഒപ്പിട്ട് തന്നേക്കാം. പിന്നെ എനിക്ക് ആ ഹോസ്പിറ്റലിലും കൂടെ ഒന്ന് പോണായിരുന്നു. അതിനെന്താ ചേച്ചി, നമുക്കൊരു ഓട്ടോ വിളിച്ച് സൊസൈറ്റിയിലും പോയി ഹോസ്പിറ്റലിലും പോയിട്ട് തിരിച്ചു വരാം. ശരി മീനാക്ഷി, പോകാനുള്ള സമയം നീ എന്നെ വിളിച്ചാൽ മതി. എന്നാൽ ഞാൻ പോയിട്ട് ഒരു 11 മണിയാകുമ്പോൾ റെഡി ആയിട്ട് വരാം. അമ്മ ഇതെന്ത് ഭാവിച്ച? വന്ന അയൽക്കാരെ കൂടെ വിളിച്ച് വീട്ടിൽ കയറ്റി വെച്ച് കൊതി നുണയും പറയാനാന്ന് പാവം. എന്തിനു പോകുന്നത് ഇങ്ങനെ എല്ലാത്തിനും എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്ത് കുറ്റാണ് ചെയ്തേ? അമ്മ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നും, പക്ഷെ ഞാൻ കൂടെ തോന്നണ്ടേ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണേ. എടേ മീനാക്ഷി, നീ എന്താ പണിക്ക് വരാഞ്ഞേ? നീ എങ്ങോട്ടാടി പോകുന്നേ? ചേച്ചി, ഞാൻ അത്യാവശ്യമായിട്ട് സൊസൈറ്റി വരെ പോവാണ്. ലക്ഷ്മി ചേച്ചിയും വരുന്നുണ്ട് കൂടെ. പോട്ടെ. അതൊന്നും കൂടി പോകുന്നുണ്ടോ മീനാക്ഷിയുടെ കൂടെ? എടുത്തേ, ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോയച്ചു വരട്ടെ. അവളങ്ങോട്ട് പോവല്ലേ, അവളെ കൂടെ പോയിട്ട് വരാട്ടോ. അവളുടെ ഒരു ഭാവം കണ്ടില്ലേ? എന്താന്നാ വിചാരം? ആ ലക്ഷ്മി ചേച്ചി മോനോടുള്ള സ്നേഹം മൊത്തം ഈ മൂച്ചേട്ടെ വീട്ടിൽ കയറ്റിയത്. അവളൊരു പത്രാസ്.
ഓണം തന്നെ നേരത്തെ നീ ഇന്ന് തിരിച്ചു വന്ന് നല്ല തലവേദന കേട്ടാ. അപ്പൊ ഞാനിങ്ങ് പോന്നു. അല്ല, നിങ്ങളുടെ അമ്മയും മീനാക്ഷും കൂടെ ഹോട്ടലിൽ പോകുന്നു കണ്ടു. എവിടെ പോയതാ? ഓട്ടോയിൽ കയറി പോയി. ഞാൻ കണ്ടില്ലല്ലോ. നീ വരട്ടെ, ചോദിക്കാം. മനോട്ടാ, ദേ നിങ്ങളുടെ അമ്മ വന്നിട്ടുണ്ട്. അപ്പുറത്ത് അവളുമായിട്ട് കറങ്ങി തിരിഞ്ഞിട്ട് ചെന്ന് ചോദിക്കും മനുഷ്യ. അമ്മ ഇവിടെ വന്നേ. എന്താ മോനെ? രാവിലെ എവിടെ പോയതാണ്? കണ്ട പെണ്ണുങ്ങളുടെ കൂടെ ഉരുവിറ്റാൻ പോയാണ്? അതോ ഇനി വല്ല പുതുനിറങ്ങൾ ഒപ്പിക്കാൻ പോയാണ്? ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല. അമ്മയാണെന്ന് ഞാൻ നോക്കില്ല, അടിച്ചാൻ പുറത്താക്കും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. മോനെ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്കിന്ന് ഡോക്ടറെ കാണാൻ പോകണമെന്ന്? അപ്പൊ നീയല്ലേ പറഞ്ഞ ഓട്ടോ പിടിച്ചു പോകാന്? നീ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്ന? അതിന് അമ്മ അവരുടെ കൂടെ ആണോ കൊണ്ടുവന്നേ? അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പോയാ പോരെ? അതിനെന്താ ഇത്ര പ്രശ്നം? അവളൊരു അയൽവാസിയല്ലേ. അവള് സൊസൈറ്റിയിൽ പോയപ്പോ ആ ഓട്ടോയിൽ കൂടെ ഞാനൊന്ന് കയറിപ്പോയി, അത്രയല്ലേ ഉള്ളൂ. അത് ഇത്ര വലിയ പ്രശ്നമാക്കണോ? അല്ലാതെ അമ്മ എന്നെ കുറ്റക്കാരനാക്കാൻ വേണ്ടി അവരുടെ കൂട്ടുപിടിച്ച് പോയതല്ല അല്ലേ? മോനെ, നീ വെറുതെ അയൽക്കാരെ കുറ്റക്കാരാക്കണ്ട. ഒരു വിളികേട്ടൽ ഓടി വരേണ്ടതാ, അത് നീ മറക്കണ്ട. ഞാൻ ഇന്നുവരെ കരുതിയത് നിനക്ക് നല്ല പഠിപ്പും വിവരമൊക്കെ ഉള്ളവനാന്നാ. ഇത്രയ്ക്ക് അതമ്പതിച്ച് പോകരുത്. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയണം. അതുപോലെ തന്നെ ബന്ധങ്ങളും, പ്രത്യേകിച്ചും അച്ഛനമ്മമാരെ. ഇതൊക്കെ മറന്ന് നീ ഒരു പെണ്ണിന്റെ മുന്നിൽ നിന്റെ ജീവിതം അടിയറ വെക്കണം. കണ്ടോ മനോട്ടന്റെ അമ്മ പറയുന്നത് കേട്ടോ? ഇപ്പൊ ഞാനായി കുറ്റക്കാരി. ഇനി ഞാൻ ഇവിടെ ഒരു നിമിഷം നിൽക്കില്ല. ഞാൻ ഈ വീട് വിട്ട് പോവും. ഇപ്പൊ അമ്മയ്ക്ക് സമാധാനമായല്ലോ. ഈ വീട്ടിലെ സമാധാനം ഇല്ലാതാക്കുന്ന അമ്മ ഒറ്റ വരുത്തിയ നാശം. മോനെ, മനോട്ടാ, ഞാൻ പോവാ. നിങ്ങളുടെ അമ്മയും കൂടി സമാധാനമായിട്ട് ഇവിടെ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ കിട്ടില്ല. മോളെ, നീ എന്തായി കാണിക്കുന്നത്? ഇത് നിന്റെ വീടല്ലേ, നീ ഇവിടെയല്ലേ ജീവിക്കേണ്ടത്. നിങ്ങൾ സന്തോഷമായി ജീവിക്കണം, അതാണ് എന്റെ ആഗ്രഹം. മോൾ ഇതൊക്കെ അകത്തുകൊണ്ട് വെക്ക്. ഓ തള്ളേ, അവരുടെ ഒരു നാടകം. നിങ്ങൾ പിശാച, ഈ വീടിന് ശാപമാ. ഇനി ഞാൻ ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. മനു, എന്തായി കാണിക്കുന്നത്? നിന്റെ അമ്മയല്ലേ അത്? നിന്നെ ഇത്രയും വളർത്തി വലുതാക്കി അവരോട് ഇങ്ങനെ ചെയ്യാമോ നിനക്ക്? ഇതിനൊക്കെ അവരെന്ത് കുറ്റമാണ് നിന്നോട് ചെയ്തത്? നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല. ദൈവം പോലും നിന്നോട് ക്ഷമിക്കില്ല. അമ്മയ്ക്ക് എന്റെ ഭാര്യ ഇഷ്ടമല്ല. അവളെ വളരെ വെറുപ്പോടെ അമ്മ കാണുന്നത്. അവളെ കുറിച്ച് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കും അമ്മ. അമ്മയ്ക്ക് അതിന്റെ കാര്യം എന്തോ? അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. ഇന്ന് വരെ ആ പാവം നിന്റെ ഭാര്യയെ കുറിച്ച് ഒരു മോശം അഭിപ്രായവും ആരോടും പറഞ്ഞിട്ടില്ല. വേണു പൊയ്ക്കോ. അവൻ എന്റെ മകനല്ലേ, എന്തോ പറഞ്ഞോട്ടെ. അവൻ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അവന്റെ കൺമുന്നിൽ വെച്ചല്ലേ അവന്റെ ഭാര്യ എന്നെ തള്ളിയിട്ടത്. അത് നോക്കി അവൻ നിന്നില്ലേ. ഇനി അവനോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവളൊന്ന് പിടിച്ചു മാറ്റി. നിങ്ങൾ മനഃപൂർവ്വം വീണതല്ലേ അവളെ പറയിപ്പിക്കാൻ വേണ്ടി? അതെ മോനെ, ഞാൻ മനഃപൂർവ്വം വീണതാ. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണം, അതല്ലേ വേണ്ടു? ഞാൻ ഇറങ്ങാം. നീ നിന്റെ ഭാര്യയെ കൂടി സന്തോഷമായിട്ട് ജീവിച്ചു. ഇതൊന്നും ശരിയല്ല കേട്ടോ. എനിക്കൊന്നും കാണാൻ വയ്യ, ഞാൻ പോവാ. ഇത് മോള് വെച്ചോ. ഇന്നു മുതൽ ഈ വീട് സൂക്ഷിക്കേണ്ടതില്ല. നിന്റെ ഭർത്താവിനെ നീ നല്ലോണം നോക്ക്.
ഞാനിനി ഒരു ഭാരമായി ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ ഇറങ്ങുക. ഞാൻ എൻ്റെ ജീവിതം എൻ്റെ മകന് വേണ്ടി ജീവിച്ചു തീർത്തു. പക്ഷെ നീ അതുപോലെ ആകരുത്. നീ നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ നല്ലോണം പോറ്റി വളർത്തി നല്ല നിലയിലെത്തിക്കണം. എന്നാലേ ഈ ഒരു അമ്മയുടെ കടമയെക്കുറിച്ച് നിനക്ക് മനസ്സിലാകും. ആ മക്കളെ പഠിപ്പിക്കുമ്പോൾ ഈ അച്ഛനമ്മമാരെ പരിപാലിക്കേണ്ട രീതികൾ എങ്ങനെയാണെന്ന് പറഞ്ഞു മനസ്സിലാക്കണം. അല്ലാതെ മക്കളുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കി മക്കളെ വളർത്തരുത്. എന്നാൽ എന്നെ പോലെ ആയിപ്പോവും. അതൊന്നും നിങ്ങൾ എന്നെ പറഞ്ഞ് പഠിപ്പിക്കണ്ട. എനിക്കതിനുള്ള കഴിവൊക്കെ ഉണ്ട്. ആ കഴിവിന് പെട്ടെന്നൊരു മങ്ങൽ വരുമ്പോൾ അത് വരാതെ നീ നോക്കണം. ഓ, ഒരു ഉപദേശക വന്നിരിക്കുന്നു. പോ തള്ളേ. എന്റെ ജീവിതം കൂടി വെറുതെ ഇല്ലാതാക്കുന്ന എന്തിനാ? നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യാൻ നോക്ക. മോനെ, ഞാൻ ഇറങ്ങുക. നീ ഇനി എന്നെ തിരക്കണ്ട. ഞാൻ എന്നെ മറന്നതിന്റെ ഫലമാണ്. എനിക്ക് പരാതിയില്ല. നിങ്ങൾ ഇനി എന്നെ കുറിച്ച് അന്വേഷിക്കണ്ട. ചേച്ചി അങ്ങോട്ട് ഈ ബാഗൊക്കെ ആയിട്ട് ഞാനൊരു യാത്രയ്ക്ക് പോകാൻ മീനാക്ഷി. പ്രായമൊക്കെ കുറെ ആയില്ലേ, ഇനി കുറച്ച് വിശ്രമമൊക്കെ വേണ്ട. നമ്മൾ പിള്ളേരെ ശല്യപ്പെടുത്താതെ ഒന്ന് ഒതുങ്ങി കൊടുക്കുന്ന നല്ലതല്ലേ? അങ്ങനെ അങ്ങ് പോയാലോ? ഞാനെല്ലാം അറിഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നെ ഒന്നും വിളിക്കണ്ട. ഇത് ചേച്ചിയുടെ വീടല്ലേ. ഇവിടെ ആര് വേണം വേണ്ടാന്ന് തീരുമാനിക്കുന്ന ചേച്ചിയല്ലേ. അങ്ങനെ ഒന്ന് പോവാണോ ചെയ്യേണ്ടത്? നിങ്ങളാണോ ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമോ? ഇതിലിടപെടാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? നിങ്ങളൊന്ന് പോയേ. കാലത്തും കൊണ്ട് വന്നേക്കും. അവിടെ ചെറുക്ക, എവിടെയോ കടന്ന് ഒരുത്തിയെ വിളിച്ച് നീ വീട്ടിൽ കയറി വന്നപ്പോ ഇരു കൈയും നീട്ടി സ്വീകരിച്ചതല്ലടാ നിന്റെ ഈ തള്ള. അങ്ങനെയുള്ള അമ്മയാണോ നീ ഇവളുടെ വാക്കും കേട്ട് വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ ഒരുങ്ങുന്നത്? നീ ഒരു മനുഷ്യനാണോടാ? നീ അവളുടെ കല്യാണ മന്ത്രം കേട്ട് ആണല്ലാത്ത പ്രവൃത്തി ചെയ്യരുത്. പെറ്റമ്മ ഒരാളെ ഉണ്ടാകൂ. ആ മനസ്സ് വേദനിപ്പിച്ചാലുണ്ടല്ലോ നീയൊന്നും ഒരിക്കലും ഗുണം പിടിക്കത്തില്ല. എന്നാ മീനാക്ഷി പൊയ്ക്കോ. നിങ്ങൾ തമ്മിലൊരു വഴക്ക് വേണ്ട. എന്നാ ഞാനങ്ങ് പോവാം.